ഞാൻ ഒരു പെഗ്ഗടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ബാറിൽ വന്നപ്പോൾ അവന്മാർ എന്നെ ചവിട്ടിലടിച്ചു. ഞാൻ എന്തിരിയ, ഞാൻ പോയി പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ട് അവന്മാരെ ഒഴിച്ച് കത്തിച്ച്. എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, ഇവിടെ കരിഞ്ഞു മൊത്തം. ഇതാണ് അനീഷിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ സംഭവത്തിൽ അനീഷ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇതിൽ കൂടുതൽ പ്രതികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് വെമ്പായത്തെ ശ്രീവത്സം ബാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിൽ AC മുറിക്കുള്ളിൽ വെച്ച് വാക്കുതർക്കമുണ്ടായത്. ആ വാക്കുതർക്കത്തിന് ഇടയിലാണ് ഈ വെമ്പായം സ്വദേശി തന്നെയായ നവാസ് അനീഷിനെ മുഖത്തടിച്ചതിൽ പ്രകോപിതനായ അനീഷ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി ഒരു പമ്പിലെത്തി. അവിടെ നിന്ന് പെട്രോൾ വാങ്ങി ഉടൻ മടങ്ങിയെത്തുകയായിരുന്നു. മടങ്ങിയെത്തിയ ശേഷം ഈ നവാസിനൊപ്പം ഉണ്ടായിരുന്ന 5 പേരുടെയും ദേഹത്തേക്ക് പെട്ടെന്ന് പെട്രോൾ ഒഴിക്കുന്നു. ഒരു പ്രകോപനവുമില്ലാതെ ഉടൻ തന്നെ ലൈറ്ററെടുത്ത് തീ കത്തിക്കുകയായിരുന്നു. അങ്ങനെ ഇതിൽ 2 പേർക്കാണ് സാരമായി പരിക്കേറ്റത്. ഈ പെട്രോൾ ഒഴിക്കുന്നതിനിടയിൽ അനീഷിന്റെ ശരീരത്തിലേക്കും ഈ ഇന്ധനം വീണിരുന്നു. അങ്ങനെ നവാസ് ശരീരത്തിന്റെ ഭൂരിഭാഗവും, അതായത് ആന്തരിക അവയവങ്ങൾക്ക് അടക്കം പൊള്ളലേൽക്കുന്ന നിലയിലേക്ക് ഈ തീ ആളിപ്പടർന്നു. അങ്ങനെ ഈ 6 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിൽ നവാസ് ആണ് ഇന്നലെ മരണപ്പെട്ടത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ശേഷിക്കുന്ന 5 പേരിൽ അനീഷിന്റെ അടക്കം നില ഗുരുതരമാണ്. കാരണം അനീഷിന്റെ ശരീരത്തിലും 80% പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനിടയിലാണ് ഇപ്പോൾ അനീഷിന്റെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നത്. തന്റെ മുഖത്തടിച്ചതിനെ തുടർന്നാണ് താൻ പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്നവരുടെ ദേഹത്തൊഴിച്ചത്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഉണ്ടെന്നേ ഉള്ളൂ എന്ന് വളരെ ലാഘവത്തോടെ അനീഷ് പറയുന്നത് ഈ വാക്കുകളിൽ വ്യക്തമാണ്. വധശ്രമത്തിന് വെഞ്ഞാറമൂട് പോലീസ് അനീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. മജിസ്ട്രേറ്റ് നേരിട്ടെത്തിയവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് ഇവർ തമ്മിൽ ഏതെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നു? ഈ നവാസും അനീഷും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നു? അതിന്റെ തുടർച്ചയാണോ ബാറിൽ വെച്ചുണ്ടായ സംഘർഷം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള വിശദമായ പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചികിത്സയിൽ തുടരുന്നതിനാൽ വിശദമായ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അവരുടെ ആരോഗ്യനില നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അവർ ഉള്ളത്. എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെയാണ് തുടരുന്നത്. കാരണം ശരീരത്തിന്റെ 60%-ലധികം അനീഷിനും മറ്റൊരാൾക്കും പൊള്ളലേറ്റിട്ടുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്തെ ബാറുകളിൽ പൊതുവിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പലയിടങ്ങളിലും പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ ഏറ്റവും ഒടുവിലായിരുന്നു വെമ്പായത്തൊരു ബാറിലുണ്ടായ ഈ സംഭവം. തൻ്റെ മുഖത്തടിച്ചു. അതിൻ്റെ പ്രകോപനത്തിൻ്റെ ഭാഗമായി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങി വരുന്നു, തുടർന്ന് അത് ഒഴിച്ച് കത്തിക്കുന്നു. എത്ര സിമ്പിളായിട്ടാണ് ആ പ്രതി പറയുന്നത്. അയാളുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. ഞാൻ ഒരു പെഗ്ഗടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ബാറിൽ വന്നപ്പോൾ അവന്മാർ എന്നെ ചവിട്ടിലടിച്ചു. ഞാൻ എന്തിരിയ, ഞാൻ പോയി പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ട് അവന്മാരെ ഒഴിച്ച് കത്തിച്ച്. എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, ഇവിടെ കരിഞ്ഞു മൊത്തം. ഇതാണ് അനീഷ് പറയുന്ന വാക്കുകൾ. അനീഷിന്റെ വാക്കുകൾ കേട്ട് എന്തായാലും ഈ വെമ്പായം സംഭവത്തിൽ കൂടുതൽ ആളുകൾ പോലീസ് അന്വേഷണം നടത്തുകയാണ്. ബാറിലാണ് തീയടിച്ച് ഇത്തരമൊരു നീക്കം ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.